ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു 3Dയിൽ ഒരു ഫുട്ബോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ഇതുപോലെ നല്ലൊരു ഫുട്ബോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ഇങ്ങനെ നമുക്ക് ഫുട്ബോൾ 3Dയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഫയല്, ന്യൂ, ജനറൽ. ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം ഈ സ്ക്വയറിന് നമുക്ക് ഡിലീറ്റ് എക്സ് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തിയിട്ട് മെഷിൽ കയറി ഐസോസ്ഫിയർ വേണ്ടതുകൊണ്ട് നമുക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള പോലത്തെ ഉണ്ടാവും. അതിൽ നമുക്ക് സബ് ഡിവിഷൻ മാറ്റിയിട്ട് നമുക്ക് 1 കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയായിട്ട് മാറും. ഇത് നമുക്ക് നമ്മൾ ഒബ്ജക്റ്റിലൊന്നും ചെയ്യണ്ട, നമുക്ക് നേരെ ചെയ്യാനുള്ള മോഡിഫയർ പ്രോപ്പർട്ടിയിലാണ്. അത് നമുക്ക് ഞാൻ ഇത്തിരി നീട്ടുന്നുണ്ട്. ഇതിന്റെ ഈ ഒബ്ജക്റ്റിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ആദ്യം നമ്മൾ ആഡ് മോഡിഫയറിൽ ബെവൽ മോഡിഫയർ എടുക്കാം. അതിൽ വെർട്ടിസീസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം വിഡ്ത്ത് ടൈപ്പ് മാറ്റിയിട്ട് പെർസെന്റ് സെലക്ട് ചെയ്യാം. പെർസെന്റിൽ 33.33 സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ മെറ്റീരിയൽ ഇൻഡെക്സ് 2 അമർത്താം. 2 ആണ് മെറ്റീരിയൽ ഇൻഡെക്സ് 2. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അഗൈൻ ഒരു ആഡ് മോഡിഫയറിൽ എഡ്ജ് സ്പ്ലിറ്റ് മോഡിഫയർ എടുക്കാം. അതിൽ എഡ്ജ് ആംഗിൾ വന്നിട്ട് 0 ആക്കാം. 0 ആക്കിയതിന് ശേഷം അഗൈൻ ഒരു മോഡിഫയർ എടുക്കണം. അതിനൊക്കെ നമ്മൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ആയിരിക്കണം. അഗൈൻ മോഡിഫയറിൽ സബ് ഡിവിഷൻ സർഫേസ്, അതിൻ്റെ അടിയിലുണ്ടാവും. സബ് ഡിവിഷൻ സർഫേസ് എടുക്കാം. അതിൽ ഇവിടെ ടോപ്പിലുള്ളത് കാറ്റിന്മേലോ അത് മാറ്റിയിട്ട് നമുക്ക് സിമ്പിൾ മാറ്റാം. സിമ്പിൾ ആക്കിയതിന് ശേഷം അതിൻ്റെ ലെവൽ 2 ആക്കാം നമുക്ക്. ഓക്കെ, അതിനുശേഷം അഗൈൻ ഒരു മോഡിഫയറും കൂടി നമുക്ക് മാറ്റാം. ഇതിലെല്ലാം മോഡിഫയർ മാറ്റിയിട്ടുള്ള ഇതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ആ ഒബ്ജക്റ്റിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കാസ്റ്റ് മോഡിഫയർ ഉണ്ട്. കാസ്റ്റ് മോഡിഫയറിൽ സ്ഫിയർ എന്നുണ്ടാവും, അത് തന്നെയാണ്. ഒരു ഫാക്ടർ എന്നുള്ളതിൽ 1 ആക്കാം. 1 ആക്കിയിട്ട് സൈസ് ഉണ്ടാവും, ഇവിടെ സൈസ് 0.2 ആക്കാം. ഓക്കെ, അതിനുശേഷം സോളിഡിഫൈ മോഡിഫയർ, അഗൈൻ സോളിഡിഫൈ മോഡിഫയർ. ഇതോടെ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കോ. സോളിഡിഫൈ മോഡിഫയർ എടുക്കാം. അതിൽ നമുക്ക് തിക്നെസ് ഒന്ന് കൂട്ടാം, 0.2 ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റിമ്മിൽ ഓൺലി റിമ്മും കൂടി ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അഗൈൻ നമുക്ക് ബെവൽ മോഡിഫയർ അഗൈൻ എടുക്കാം. ഇപ്പൊ നമുക്കൊരു ഫുട്ബോളിന്റെ രൂപമായിട്ട് വരും. അതിന് നമുക്ക് ഇനിയും കുറച്ചും കൂടി പരിപാടിയുണ്ട്. ബെവൽ മോഡിഫയറിൽ എമൗണ്ട് 0.02 ആക്കാം. സെഗ്മെന്റ് 2 ആക്കാം. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് ഇതിൽ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈലിൽ ഷേപ്പിൽ നമുക്ക് 1 ആക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അഗൈൻ ഒരു പ്രാവശ്യം കൂടി സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കാം. സബ് ഡിവിഷൻ സർഫേസിൽ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഫുട്ബോളിന്റെ രൂപം തന്നെ വരും. ലെവൽ 2 ആക്കാം. ഓക്കെ, ഇതിനെല്ലാം ശേഷം നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിപ്പോ ഒരു ഷെയ്ഡഡ് സ്മൂത്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഷെയ്ഡഡ് സ്മൂത്ത് ആക്കും. ഓക്കെ, ഇപ്പോൾ ഫുട്ബോളിന്റെ ഒരു രൂപം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മെറ്റീരിയൽ ആഡ് ചെയ്യണം. മെറ്റീരിയൽ ആഡ് ചെയ്യാൻ എന്താണ്, ഫുട്ബോളിന്റെ കളർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൈറ്റും ബ്ലാക്കും ആണ്. അതിന് നമുക്ക് ആദ്യം ന്യൂ മെറ്റീരിയൽ ഒന്ന് ഇതാക്കാം. അപ്പോൾ മെറ്റീരിയൽ റെൻഡർ വ്യൂ എടുക്കാം. എന്നിട്ട് ഇത് ഫുൾ വൈറ്റ് ആണ്. അതിന് നമുക്ക് എഗെയിൻ ഒരു ബ്ലാങ്ക് എടുക്കണം. അതിൽ നമുക്ക് എഗെയിൻ ഒരു ന്യൂ മെറ്റീരിയൽ എടുക്കാം. ന്യൂ മെറ്റീരിയൽ എടുത്തതിന് ശേഷം അതിന്റെ ബേസ് കളർ നമുക്ക് ബ്ലാക്ക് ആയി കൊടുക്കാം. നമ്മുടെ ഫുട്ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്ബോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് അനിമേഷൻ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ന്യൂ പ്രോജക്റ്റിലൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്ബോളാണ്. ഓക്കെ, താങ്ക് യു.